ഉചിതമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്നതാണ് വ്യക്തമാക്കിയത്. കണ്ണൻ നായർ കൂടിയുണ്ട്. കണ്ണൻ, ഇന്ന് PTA യോഗം ചേരുകയാണ്. സ്കൂളിൽ ഇന്ന് എന്തൊക്കെ? ഇപ്പോൾ പുതിയ മാനേജ്മെന്റ് വരാൻ പോവുകയാണ്. വിദ്യാഭ്യാസ ഓഫീസർക്കാണ് ചുമതല. ഏത് തരത്തിലാണ് അവിടുത്തെ പ്രവർത്തന മാറ്റം ഉണ്ടാകുന്നത്? ഇപ്പോൾ PTAയുടെ എക്സിക്യൂട്ടീവ് യോഗം സ്കൂളിൽ ചേരുകയാണ്. ആ യോഗത്തിൽ ഇപ്പോൾ മാനേജർ അകത്തേക്ക് പോയിട്ടുണ്ട്. യോഗത്തിൽ താൻ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം പറയുകയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച കാര്യങ്ങൾ ആ യോഗത്തിൽ അറിയിക്കുകയും അതിനുശേഷം അദ്ദേഹം ഇറങ്ങി പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ഇത് പൂർണ്ണമായും യാതൊരു തരത്തിലുള്ള വീഴ്ചയും മാനേജ്മെന്റിന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന് മാനേജ്മെന്റ് നൽകിയ വിശദീകരണം. എന്നാൽ ആ വിശദീകരണം പൂർണ്ണമായും തള്ളുന്ന നടപടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മാനേജ്മെന്റിന്റെ വിശദീകരണം യാതൊരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല. അത് മാനേജ്മെന്റിനുണ്ടായ വീഴ്ച തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞ് മരിക്കാൻ കാരണമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തിയിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാനേജ്മെന്റ് നൽകിയ വിശദീകരണത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന മാനേജ്മെന്റ്, ഇപ്പോഴത്തെ മാനേജ്മെന്റില്ല, തുളസീധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റില്ല, നേരത്തെ ഉണ്ടായിരുന്ന മാനേജ്മെന്റാണ് അവിടെ ഒരു സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചത്. ആ സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചതിൽ തങ്ങൾക്ക് പങ്കില്ല, മുൻ മാനേജ്മെന്റിനാണ് പങ്ക് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു കുറ്റകരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള നിർമ്മാണമുണ്ടെങ്കിൽ ആ നിർമ്മാണം പൊളിച്ചു നീക്കാൻ പുതിയ മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം വിനിയോഗിക്കാൻ ഇവർ തയ്യാറായില്ല. അതുമൂലമാണ് ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായതും. അത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ തുളസീധരൻ പിള്ളയ്ക്ക് ഇനി ഒരു തവണ പോലും ഈ സ്കൂളിൻ്റെ മാനേജരാകാൻ സാധിക്കില്ല. ഇപ്പോൾ CPMന്റെ നേതാക്കന്മാരടക്കമുള്ള ആൾക്കാരാണ് ഈ മാനേജ്മെന്റ് കമ്മിറ്റിയിലുള്ളത്. ആ മാനേജ്മെന്റ് കമ്മിറ്റിയെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. കൊല്ലം ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ആയിരിക്കും ഇനി ഇതിൻ്റെ ചുമതല വഹിക്കുക. അതുകൊണ്ട് തന്നെ പുതിയ മാനേജിംഗ് കമ്മിറ്റി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹമായിരിക്കും തീരുമാനമെടുക്കുക. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾക്ക് യാതൊരു കാരണവശാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകില്ല. മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നോ അതിന് സമാനമായി മാനേജ്മെന്റിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ നടക്കുക. എന്തുതന്നെയായാലും ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. തേവലക്കരയിൽ മിഥുൻ എന്ന 8ാം ക്ലാസ്സുകാരൻ, 13 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവം കേരളമാകെ ചർച്ച ചെയ്തതാണ്. നമ്മളെ ആകെ ദുഃഖത്തിലാഴ്ത്തിയതാണ്. ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. മാനേജ്മെന്റിന് വീഴ്ച പറ്റിയില്ലെന്ന അവരുടെ ന്യായവാദങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കുന്നില്ല. കർശനമായ ഇടപെടലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ PTA യോഗവും ചേരുകയാണ്.